A hospital bed is a parked taxi with the meter running. ലോകപ്രശസ്ത ടെലിവിഷൻ അവതാരകനും നടനുമായ അമേരിക്കക്കാരനായിട്ടുള്ള ഗ്രൗച്ചോ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ഇത്. അതെ, മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും. ഈ വാക്കിന് ഏറെ പ്രസക്തിയുണ്ട്. മീറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർക്ക് ചെയ്ത ഒരു ടാക്സി പോലെയാണ് ഹോസ്പിറ്റൽ ബെഡ് എന്നാണ് ഗ്രൗച്ചോ മാർക്സ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു തുർക്കിഷ് നോവലുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഡോക്ടർ തൻ്റെ ജീവിതയാത്രകളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ് ആ നോവലിലൂടെ. മതകലാപം നടന്ന ഒരു ഗ്രാമത്തിനകത്തേക്ക് പട്ടിണിയും പരിവേഷവുമുള്ള ഒരു ചെറിയ കുട്ടി തൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി ആക്രി പെറുക്കിക്കൊണ്ടാണ് ആ ഗ്രാമത്തിനകത്തേക്ക് കടന്നു വരുന്നത്. തകർന്നുപോയ കെട്ടിടാവശിഷ്ടങ്ങളും അവിടെ കാണുന്ന മാംസകഷ്ണങ്ങളും അതിലെ രക്തക്കറകളും കണ്ട് ആ കുട്ടി വല്ലാതെ ഭയന്നുപോയി. തളർന്ന് അവശനായ ആ കുട്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ പ്രദേശമാകെ അലഞ്ഞു. ഒരു കട പോലും ആ പ്രദേശത്ത് തുറന്നിരുന്നില്ല. അങ്ങനെ നടന്നു വലഞ്ഞ് അവൻ ഏറ്റവും ഒടുവിൽ ഒരു വീട് കണ്ടു. ആ വീടിനകത്തേക്ക് കയറി ചെന്ന് വാതിലിൽ മുട്ടിയ ആ കുട്ടിയുടെ മുന്നിലേക്ക് തട്ടം ധരിച്ച ഒരു മധ്യവയസ്കയായ ഇസ്ലാം വനിതയാണ് കടന്നു വന്നത്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ച ആ കുട്ടിയോട് ഒന്നും പറയാതെ വീടിൻ്റെ അകത്തേക്ക് കാലങ്ങൾ കടന്നുപോയി. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആ ഉമ്മ ഇന്ന് അനാഥയാണ്. പ്രായം തളർത്തിയ ആ ഉമ്മ ഒരു മാറാ രോഗി കൂടിയാണ്. രോഗം ഭേദപ്പെടുന്നതിന് വേണ്ടി ആശുപത്രിയിലെത്തിയ ആ ഉമ്മയെ പരിശോധിച്ച ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്നാണ് ആ ഉമ്മയോട് പറഞ്ഞത്. കയ്യിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പണമില്ലാത്തതിനാൽ തിരിച്ചു പോകുന്ന ആ ഉമ്മയെ റിസപ്ഷനിലിരിക്കുന്ന വനിത ആരുടെയോ നിർദ്ദേശപ്രകാരം തിരിച്ചു വിളിച്ചു. അങ്ങനെ ആ ഉമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷനും നടത്തി. വിജയകരമായി പൂർത്തീകരിച്ച ഓപ്പറേഷന് ശേഷം ബോധത്തിലേക്ക് തിരിച്ചു വന്ന ആ ഉമ്മ കണ്ടത് പുഞ്ചിരി തൂകി നിൽക്കുന്ന ശുഭ്രവസ്ത്രധാരിയായ ഒരു നേഴ്സിനെയാണ്. ആ നേഴ്സ് ഉമ്മയ്ക്ക് ഒരു തുണ്ട് കടലാസ് നൽകി. ആ തുണ്ട് കടലാസ് നിവർത്തി നോക്കിയ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങി. ആ കണ്ണുനീരിൽ കുതിർന്ന ആ വെളുത്ത കടലാസ് തുണ്ടത്തിൽ എഴുതി വെച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വിശന്ന് വെള്ളം കിട്ടാതെ അലഞ്ഞ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് പാലും നിറയെ പഴങ്ങളും നൽകിയ ഈ മാതൃസ്നേഹത്തിന് ഇങ്ങനെയല്ലാതെ ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സസ്നേഹം ഡോക്ടർ എന്ന് വിശേഷിപ്പിച്ചു വെച്ച, ഉമ്മയുടെ സ്വന്തം മകൻ ഡോക്ടർ എന്ന് വിശേഷിപ്പിച്ചു വെച്ച ആ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ കഥ വായിച്ച ഒരാൾക്ക് പോലും കോട്ടയം മെഡിക്കൽ കോളേജിലെ TK ജയകുമാർ എന്ന് പറയുന്ന ഡോക്ടറെ മറക്കാൻ വേണ്ടി സാധിക്കില്ല. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സയിലിരിക്കുന്ന 3000-ലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അന്നത്തെ MLA-യും ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള VN വാസവനെ വിളിച്ച് ഈ പാവപ്പെട്ട രോഗികൾക്ക് അന്നം നൽകാൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞ് കോവിഡ് രോഗികളുടെ കൂടെ കൂട്ടിരുന്ന കരുണയുടെ പര്യായമായിട്ടുള്ള TK ജയകുമാർ സാറിനെയും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെയും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രി വീണ ജോർജിനെയും തെരുവിൽ കല്ലെറിയാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഇന്ന് വീണക്സ്റ്റ് ട്രൂത്ത് ആൻഡ് ഗേഴ്സ് ചാനൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരുന്നത്. മരണം രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണെന്ന് മലയാള മനസ്സിനോട് വിളിച്ചു പറഞ്ഞത് അക്ഷരപുണ്യമായ MT വാസുദേവൻ നായരാണ്. മരണം നനച്ചിരിക്കാത്ത നേരത്താണ് നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. അതിൻ്റെ രൂപമോ ഭാവമോ എന്താണെന്ന് പ്രവചിക്കാൻ നമുക്ക് ആർക്കും കഴിയാറില്ല. ഹൃദയം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഗവൺമെൻറ് തലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഖ്യാതി നേടിയ സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതിലെ പഴകിയ പൊളിച്ചു മാറ്റാൻ വേണ്ടി അടച്ചു പൂട്ടപ്പെട്ട ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്നു വീണ്
ബിന്ദു എന്ന് പറയുന്നൊരു വീട്ടമ്മ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് നമ്മളെ അത്യധികം വേദനിപ്പിക്കുകയും ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. ആരാണ് അതിന് ഉത്തരവാദി എന്ന് കൃത്യമായി കണ്ടെത്തുകയും ശരിയായ അന്വേഷണത്തിലൂടെ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിലെ ജനകീയ സർക്കാരിനോട് ഞങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഈ ദാരുണമായ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമര ആഭാസ നാടകങ്ങൾ നടത്തുന്നവരോടാണ് ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശിനകത്ത് കെമിക്കൽ ഫാക്ടറി തകർന്ന് വീണ് 40-ലധികം വരുന്ന ആളുകൾ മരിച്ചു പോയപ്പോൾ എന്തേ അവിടെ ഈ വികാരം നമ്മൾ കണ്ടില്ല? കർണാടകയിൽ സർക്കാർ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട IPL വിജയാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ഏകദേശം 11ഓളം വരുന്ന ആളുകളാണ് മരണപ്പെട്ടത്. ഗുജറാത്തിൽ CAG റിപ്പോർട്ട് പ്രകാരം 99 മുതൽ 2017 വരെയുള്ള കാലയളവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ സ്റ്റെം സെൽ തെറാപ്പി പ്രകാരം നടന്ന ഓപ്പറേഷനിൽ 741ഓളം പേർ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തേ അവിടങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വികാരം ഇവിടെ മാത്രം ഉയർന്നു വരുന്നത്? അതിൽ ഒരു കാരണം മാത്രമേ ഉള്ളൂ. വരാനിരിക്കുന്ന മാസങ്ങളിൽ കേരളത്തിനകത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം. കേരളത്തിലെ പൊതുജന ആരോഗ്യരംഗം മുഴുവൻ തകർന്നടിഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ കുത്തക മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രമാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി നിങ്ങൾ കേരളത്തിലെ പൊതുജന ആരോഗ്യരംഗത്തേക്ക് ഒന്ന് നോക്കുക. ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു അവസ്ഥയാണോ ഇന്ന് കേരളത്തിലെ പൊതുജന ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്? കേരളത്തിലെ ഗവൺമെൻറ് ആർദ്രം മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ 7 വർഷക്കാലമായി നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പഠന റിപ്പോർട്ടുകളിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്, അതിൻ്റെ പഠന റിപ്പോർട്ടുകളിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്, കേരളത്തിലെ പൊതുജന ആരോഗ്യരംഗമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി 10,000 കോടിയിലധികം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുജന ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെൻറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് ഹൃദയം, കരൾമാറ്റ ശസ്ത്രക്രിയകൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഈ കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് ഹൃദയം പകർത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്ന് ഓമന പേരുള്ള ഡോക്ടർ TK ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ 10 ഹൃദയങ്ങളാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കാൻ വേണ്ടി പാടില്ല. 7ഓളം വരുന്ന കരൾ ശസ്ത്രക്രിയ വിജയകരമായി നടക്കുകയും അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം നാം കാണാതെ പോകരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമ്പോൾ അവർ അതിനുവേണ്ടി ഈടാക്കുന്ന തുക ഏകദേശം 10-20 ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് ഞങ്ങളുടെ ചെറിയ അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതാണ് തുച്ഛമായ തുകയ്ക്ക് കേരളത്തിലെ നമ്പർ 1 സർക്കാർ ആശുപത്രികളിൽ ഒന്നായി മാറിയിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് TK
ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ള വസ്തുത നാം മറക്കാതെ പോകണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് സർജറി നടത്തിയ ആശുപത്രി എന്ന പേരും കോട്ടയം മെഡിക്കൽ കോളേജിനാണ്. ഏറ്റവും അധികം താക്കോൽദാര ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയുടെ പേര് കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളത് നാം മറന്നു പോകരുത്. മറ്റൊരു കണക്ക് കൂടി പറഞ്ഞ് നിർത്താമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പഴക്കം ചെന്നതാണെന്നും അത് പൊളിച്ച് നവീകരിക്കണമെന്ന് ഗവൺമെൻറ് തലത്തിലുള്ളൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തുന്നത് 2011, 2012 കാലഘട്ടത്തിലാണ്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനീയനായ കോട്ടയത്തുകാരനായ ഉമ്മൻചാണ്ടി സാറാണ്. അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം കോട്ടയത്തുകാരനാണ് എന്നാണ് എൻ്റെ അറിവിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ രണ്ടുപേരും ഒരു കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള 2 മന്ത്രിമാർ അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിട്ട് പോലും ആ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ച തുക വെറും 89 കോടി രൂപ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം ചെലവഴിച്ചത് ഏകദേശം 709 കോടി രൂപയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധവും കേരള സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് മറക്കരുത്. പിന്നീട് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ചത് 142 കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചത്. 2021 മുതൽ 25 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഏകദേശം 579 കോടിയോളം രൂപയാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയാതെ പോകരുത് എന്നുകൂടിയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇനി തകർന്നു വീണ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഇടതുഭാഗത്തേക്കൊന്ന് നോക്കിയാൽ പഞ്ചനക്ഷത്ര ആശുപത്രികളെ വെല്ലുന്ന അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി അവിടെ നിന്ന് കുറച്ചുകൂടി ഒന്ന് നേരെ മുന്നോട്ട് നടന്നു നീങ്ങിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഗൈനോക്കോളജിയുടെ മറ്റൊരു മനോഹരമായ ബ്ലോക്ക് കൂടി നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പുറത്തിറങ്ങി മുന്നോട്ട് പോയി ഇടത്തോട്ടൊന്ന് നോക്കിയാൽ ബഹുനില കെട്ടിടം മനോഹരമായി പണിതുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കോട്ടയം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് തിക്കിലും തിരക്കിലും പെടാതെ ആശുപത്രി കെട്ടിടത്തിന് അകത്തേക്ക് എത്താൻ വേണ്ടി അടിപ്പാതയും കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇടിഞ്ഞു വീണ കെട്ടിടം മാത്രമല്ല സാറേ കോട്ടയം മെഡിക്കൽ കോളേജ്. 5 ജില്ലക്കാരുടെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മറയൂരിലുള്ള, തൃപ്പൂണിത്തറയിലുള്ള, തിരുവല്ലയിലുള്ള, കുട്ടനാട്ടിലുള്ള ജനങ്ങൾക്കൊരു വിശ്വാസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിനകത്തെത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന്. സമരം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് മാധ്യമങ്ങൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും നിങ്ങൾ ആ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ട് ഇറങ്ങിയില്ല എന്ന് ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായൊരു മറുപടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എന്താണ് ആ മറുപടി? 2012 ശേഷം 16 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ഞങ്ങളെ പുറത്താക്കുകയാണ് കേരളത്തിലെ സാമാന്യ ജനത ചെയ്തത് എന്നാണ് പറഞ്ഞത്.
ഓണപ്പരീക്ഷയുടെ സമയത്ത് പാഠപുസ്തകങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഓണപ്പരീക്ഷ അടുത്തിരിക്കുമ്പോഴും പാഠപുസ്തകങ്ങൾ ലഭിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ അബ്ദുൾ റബ്ബിൽ നിന്ന് വന്ന മറുപടി നമ്മൾ മറന്നിട്ടില്ല. ആ മന്ത്രിസഭയിൽ ഒപ്പം സഞ്ചരിച്ചിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് ഇതിനേക്കാൾ വിചിത്രമായ മറുപടി കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല സാറേ. പിന്നൊന്ന്, പ്ലാവും കൂട്ടത്തിൽ ഇരുന്നു കൊണ്ടോ മാവും കൂട്ടത്തിൽ ഇരുന്നു കൊണ്ടോ ഒരു യുവജന MLA ഇപ്പോൾ വിളിച്ചു പറയുകയുണ്ടായി, കേരളത്തിനകത്ത് നിപ്പ ബാധിച്ച മുഴുവൻ ജനങ്ങളും മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ കോവിഡിനെയും നിപ്പയെയും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ എങ്ങനെയാണ് നേരിട്ടതെന്ന്. ലോക ശരാശരിയുടെ ഏറ്റവും താഴെയിലേക്കാണ് നിപ്പ വൈറസിനെ പ്രതിരോധിച്ചതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന സത്യം മറക്കാതെ പോകേണ്ടതുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളതാണ് മറ്റൊന്ന്. ഞങ്ങളുടെ ഈ യാത്രകളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പഴകി പൊളിച്ചു മാറ്റി നവീകരിക്കപ്പെടേണ്ട പല സർക്കാർ കെട്ടിടങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി നവീകരണ പ്രവർത്തികളിലേക്ക് ഏർപ്പെടണമെന്നാണ് ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മറ്റൊന്ന്, ഈ ദാരുണമായ സംഭവത്തിൽ മരണമടഞ്ഞ ബിന്ദുവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് തയ്യാറാകണം. ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം. ബിന്ദുവിൻ്റെ മകന് കോട്ടയം മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി ഒരു ജോലി നൽകാമെന്ന് ഈ ഗവൺമെൻറ് ഏറ്റിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് താൽക്കാലിക ജോലി മാത്രമാകരുത്. ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ബിന്ദുവിൻ്റെ മകന് ഒരു സ്ഥിര നിയമനം തന്നെ ആ ഗവൺമെൻറ് തലത്തിൽ നടപ്പിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഞങ്ങൾ നിർത്തുന്നു. എല്ലാവർക്കും ശുഭ ആശംസകളുമായി സൈനിങ് ഓഫ്. പി നെക്സ്റ്റ് ടു തിങ്കേഴ്സ്.